ഉദ്ദേശം വേറെന്തോന്ന്? ഇവളുടെ ചേച്ചിയെ പോലെ കുപ്പത്തൊട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ വന്ന് വാഴാനുള്ള മോഹം. ഇത് മാത്രമല്ല, അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയോട് കോടതിയിൽ എതിർത്ത് നിൽക്കാൻ പറ്റാതായപ്പോ കേസ് ജയിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സൂത്രപ്പണി. അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ മകനാണ് താനെന്ന് എന്നോട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? അത് പിന്നെ ഞാൻ എല്ലാം തന്നോട് പറയാനിരിക്കായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടി. കള്ളം! താൻ പറയുന്നതൊക്കെയും കള്ളം. താൻ എന്നോട് പറഞ്ഞ സ്വന്തം പേര് പോലും പെരും കള്ളമായിരുന്നു. അഞ്ജലി, ഞാൻ മതി, ഒരക്ഷരം മിണ്ടരുത്. ഇനി തനിക്ക് വോയിസ് ഇല്ല. യു ആർ ഫേക്ക്. കാപട്യത്തിന്റെ ആൾ രൂപത്താൻ പേരും കള്ളൻ. അപ്പൊ എല്ലാം കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളായിരുന്നു. നീ എന്നെ സമർത്ഥമായിട്ട് കബളിപ്പിച്ചു. നീ പറഞ്ഞ ഓരോ വാക്കും ഓരോ നോക്കും കള്ളം മാത്രമായിരുന്നു. വിഡ്ഢിയായി ഞാൻ എന്നെക്കാളുപരി നിന്നെ വിശ്വസിച്ചു. അതിനുള്ള ശിക്ഷയായത്. ഞാൻ തകർന്നു പോയി. ഇനി ഒരു വഴിയും എനിക്കില്ല. ഒരു വഴിയും. തോറ്റുപോയി അഞ്ജലി, നീ തോറ്റുപോയി. ജീവിതത്തിന്റെ കോടതിയിൽ നിനക്കിനിയൊരു അപ്പീലില്ല. കേസ് ക്ലോസ്ഡ്. സത്യം തന്നെ എനിക്കറിയണ്ടേ? ഞാൻ അവളുടെ അമ്മയല്ലേ, നൊന്ത് പ്രസവിച്ച അമ്മ. എന്ത് സത്യം? എന്തറിയാൻ? അനുപമയല്ല അഞ്ജലി. കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണ് കഴിയേണ്ടത് അവളെ കല്യാണം കഴിച്ച വീട്ടിലാ. അതുകൊണ്ട് അഞ്ജലി രാജീവിനോടൊപ്പം അയാളുടെ വീട്ടിലാണ് പോകേണ്ടത്. ഇവിടെ താമസിക്കലല്ലേ. ശ്യാമളുടെ ഫോണാണല്ലോ അടിക്കുന്നത്. ഇവളതൊന്നും അറിയുന്നില്ലേ? അതെന്തായാലും നല്ല ഇരിപ്പായിപ്പോയി. ഇവളോ? ഇവളെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നേ? ഹലോ അമ്മ. അമ്മയല്ലടി കുമ്മ. നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? നിന്റെ തൊള്ള ചത്തോന്നറിയാനോ? ചത്തിട്ടില്ല. ചാവുമ്പോ അങ്ങോട്ട് വിളിച്ചറിയിക്കാം. എന്താ അത് പോരെ? അയ്യോ അമ്മായി,
അങ്ങനൊന്നും പറയല്ലേ. പ്ലീസ് അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ. എനിക്ക് അമ്മയോട് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. അത്യാവശ്യം. അയ്യോ, അത്യാവശ്യമാണോ? സൗകര്യമില്ലടി കൊടുക്കാൻ. നിന്റെ അമ്മ ദേ ഇവിടെ വരാന്തയിൽ കണ്ണും കരളും കലങ്ങി ചത്തതുപോലെ ഇരിപ്പുണ്ട്. പക്ഷേ അവൾക്ക് ഇന്നലെ ഫോൺ കൊടുക്കൂല. നീ വേണേ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അപ്പൊ കാണാം നമുക്ക്. അയ്യോ അമ്മായി, പ്ലീസ് ഇങ്ങനൊന്നും സംസാരിക്കരുത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ അമ്മയോട് ഈച്ച പറഞ്ഞൊരു മാപ്പ് ചോദിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വരണം. അതിനു വേണ്ടി ഞാൻ വിളിച്ച്. അമ്മയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാം അമ്മായി, പ്ലീസ്. ഓഹോ, അപ്പൊ തിരിച്ചു വരാനാണ് ഉദ്ദേശം. എങ്കിലേ ഒട്ടും കൊടുക്കൂല. നീ ഇവിടേക്ക് തിരിച്ചേ വരാൻ പാടില്ല. അതാ ഇന്ദിരയുടെ ആവശ്യം. അമ്മ എങ്ങനെ പറയല്ലേ. എനിക്ക് അല്ല, നീ എന്ത് ഭാവിച്ചാടി ഈ സംസാരിക്കുന്നേ? നീ കള്ളക്കല്യാണം നടത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആരുടെ കൂടെയാണെന്നേ ഇവിടെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും ഒളിക്കണ്ട നീ. നിനക്ക് ശിവരാമേട്ടന്റെ ശത്രുവിന്റെ മോനെ തന്നെ വേണമായിരുന്നോടി മംഗലം കഴിച്ച് കെട്ടിലമ്മ ചമയാൻ. ആ അർജുനെ, സ്വന്തം അച്ഛന്റെ തോളി കയറി ഇരുന്നിട്ട് നീ ആ ചെവി കടിച്ചു പറിച്ചു, ചതിച്ചു, വഞ്ചിച്ചു. പേരും കള്ളിയല്ലേടി നീ? അയ്യോ അമ്മായി, അങ്ങനെയൊന്നും അല്ല സത്യം. നടന്നത് എന്താണെന്ന് ഞാൻ നേരിട്ട് പറയാം. ഓ ഓ, പക്ഷെ അതിനു മുൻപ് എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം, പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, ക്ലൂസും ഇല്ല. എടി മൂദേവി, നിന്റെ അമ്മയ്ക്കെന്നല്ല ഈ വീട്ടിലെ ആർക്കും നിന്നെ കാണാനോ സംസാരിക്കാനോ യാതൊരു താല്പര്യവും ഇല്ല. നിന്റെ കെട്ടിയോന്റെ വിശേഷങ്ങളും കൂടെ അറിഞ്ഞതോടെ ഇവിടെ എല്ലാവർക്കും തൃപ്തിയായിട്ടിരിക്കുക. ശ്യാമളയുടെയും ശിവരാമേട്ടന്റെയും കണ്ണീന്നൊഴുകുന്നതേ കണ്ണീരല്ലടി, ചോരയടി ചോര. എടി സത്യം പറഞ്ഞ ഇവിടെ എല്ലാവർക്കും അനുപമയേക്കാൾ വെറുപ്പാടി ഇപ്പൊ നിന്നോട്. അതുകൊണ്ടേ നീ കൂടുതൽ കിന്നാരം പറയാതെ ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക്. ഓടി വന്നേക്കുന്നു മോശം പിടിക്കാനായിട്ട്. വിളിച്ചു പറഞ്ഞേ. എന്ത് തോന്നിവാസം? ഞാൻ പറഞ്ഞതേ പച്ച പരമാർത്ഥമാ. ശിവരാമേട്ടന്റെ ശത്രുവിന്റെ മോന്റെ കൂടെ അല്ലേടി അവള് വേലി ചാടി പോയത്, അല്ലേടി? അമ്മ നിർത്ത്. ഇങ്ങനെ വാ തുറന്ന വിഷം മാത്രം ചീറ്റുന്ന അമ്മയുടെ നാവ് പുഴുത്തു പോകത്തേ ഉള്ളൂ. അയ്യോ പിന്നെ ഉള്ളതുള്ളത് പോലെ പറഞ്ഞ എന്റെ നാവ് അങ്ങ് പുഴുത്തു പോകില്ലേ? അതങ്ങ് പുഴുത്തു പോട്ടടി. പോട്ട് പുല്ലെന്ന് ഞാൻ വിചാരിക്കും, അത്ര തന്നെ. വേലി ചാടി പോയൊക്കെ ഇപ്പൊ തിരിച്ചു വരണോന്ന് നല്ല കഥയായി പോയി. അവക്കേ അത് തന്നെ വേണം. അമ്മാതിരി പൊടിപ്പാ അവള് പോണേന് മുമ്പ് ഇവിടെ കിടന്ന് പൊടിച്ചത്. അവൾ ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ ഒറ്റ വെട്ടുവെച്ചു കൊടുക്കും ഞാൻ. വെട്ടാൻ അങ്ങോട്ട് ചെല്ല്, അവളിങ്ങനെ നിന്ന് തന്നോളൂ. അതെ, അഞ്ജലി തിരികെ വരികയാണെങ്കിലേ അത് അവളുടെ വീട്ടിലേക്കാ. ഓ, അതിന് അമ്മയ്ക്ക് എന്താ കാര്യം? അമ്മ ആരാ ഇവിടുത്തെ? അമ്മയ്ക്ക് എന്ത് കാര്യമെന്നോ? എടി പെണ്ണെ, ശിവരാമേട്ടൻ ഇപ്പൊ തന്നെ കിളിപോയ കേസായിട്ടാ നടക്കുന്നത്. ഇനി അഞ്ജലി എങ്ങാനും തിരിച്ചു വന്നെന്നറിഞ്ഞ് അങ്ങേർക്ക് വല്ല നെഞ്ചുവേദനയും വന്നാലേ ആ മനുഷ്യൻ അപ്പ തീരും. ആ നിമിഷം അവള് തിരിച്ചു കയറി വന്ന് അങ്ങേര് ചാവണോന്നാണോടി നിന്റെ ആഗ്രഹം? ആണോ എടി, ആണോന്ന്? അല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞാ മതി.
വരുമെന്ന്. പണ്ട് കേസിലൊരു പരാജയം വന്നപ്പോഴും താൻ വീട്ടിൽ പോകാതെ വന്നിരുന്നത് ഇവിടെയായിരുന്നു. അഞ്ജലി, നീ എന്നോട് എന്തിനാ ഇത് ചെയ്തേ? എന്തിനാന്ന് പറ. ഞാൻ നിന്നോട് പലവട്ടം ചോദിച്ചതല്ലേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോന്നൊക്കെ. എന്നിട്ട് നീ എന്നോടൊന്നും പറയാതെ എന്നെ എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുപോയേ? എന്നെ കൊല്ലാനോ? അതോ ഞാൻ പോയി ആത്മഹത്യ ചെയ്ത് കാണാനോ? എന്തിനായിരുന്നു പറ. അഞ്ജലി, ഞാൻ തന്നോടെല്ലാം തുറന്നു പറയാനിരിക്കായിരുന്നു. അതാ മുമ്പേ ഞാൻ എന്തോന്ന് മുൻപേ നീ എന്ത് പറയാനിരിക്കായിരുന്നു? നീ അഡ്വക്കേറ്റ് രാഘവനുടെ മകനല്ലെന്നോ? അതോ എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞിട്ട് പോയ ആ അനുപമ താമസിക്കുന്ന വീട്ടിലേക്കല്ല നീ എന്നെ കൊണ്ടുവന്നോ? പറ, ഇനി എന്തൊക്കെ കള്ളങ്ങളാ നീ എന്നോട് പറയാൻ ബാക്കി വെച്ചിട്ടുള്ള? അഞ്ജലി, ഞാൻ സോറി, ഇയാള് രാജീവല്ലല്ലോ, അർജുനല്ലേ? അപ്പൊ പിന്നെ രാജീവ് പറഞ്ഞ കള്ളങ്ങൾക്ക് അർജുൻ എങ്ങനെ സമാധാനം പറയും? കഷ്ടം. അഞ്ജലി, നീ എന്നോട് ക്ഷമിക്കണം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാ. മാപ്പ്. ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. നീ എന്നോട് ക്ഷമിക്കണം, പ്ലീസ്. ഞാൻ ഇനിയും തന്നെ വിശ്വസിക്കണമെന്നാണോ താൻ പറയുന്നത്? എന്ത് കാര്യമായാലും സ്വന്തം പേര് പോലും എന്നിൽ നിന്ന് മറച്ചു വെച്ച് എന്നെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ച തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്ത് കാര്യമായാലും സ്വന്തം പേര് പോലും എന്നിൽ നിന്ന് മറച്ചു വെച്ച് എന്നെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ച തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? താൻ പറയണം, ഞാൻ കേൾക്കട്ടെ. ഇപ്പൊ എനിക്ക് മുന്നിൽ താൻ പറയുന്ന ഈ മാപ്പുണ്ടല്ലോ, അതുപോലും കാവട്യോ? ഇല്ല, ഞാനിനി തന്നെ വിശ്വസിക്കില്ല. താൻ തകർത്തതേ
എന്റെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെ, അവിടെയുള്ള സാധു മനുഷ്യരുടെ സ്വപ്നങ്ങളെയാ. ഈ ലോകത്തെ ഇനി ആരോട് ക്ഷമിച്ചാലും അഞ്ജലി തന്നോട് മാത്രം ക്ഷമിക്കില്ല. ഞാനൊന്ന് ഉള്ളൊരുക്കി ശപിച്ചാലുണ്ടല്ലോ, താനും തന്റെ ആ കുടുംബവും അതിൽ വെന്ത് വെണ്ണീറായി പോവും. സർവാംഗം മുടിയും നിങ്ങള്. അഞ്ജലി സ്റ്റോപ്പ് ഇറ്റ്. പക്ഷെ ഇത്രയൊക്കെയായിട്ടും ഞാനത് ചെയ്യാത്തത് ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാ. ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് തന്നെ എന്റെ ഈശ്വരാ, പറ്റിപ്പോയി. മാപ്പ്, ക്ഷമിക്കെന്നോട്. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല, ഒന്നും. ഇനി ഞാൻ പറയുന്നത് തനിക്ക് വിശ്വാസമായില്ലെങ്കിൽ താൻ പത്മയോട് ചോദിക്കുക. അവൾക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് തന്നിൽ നിന്നെല്ലാം ഒളിച്ചു വെച്ചതെന്ന്. ഞാൻ എന്തിനൊക്കെയാണ് ഭയന്നതെന്ന് അവൾ പറയും സത്യം. അവൾക്കറിയാം ഞാൻ അനുഭവിച്ച സംഘർഷം, ഞാൻ അനുഭവിച്ച വേദന. അവൾക്ക് അറിയോ, അവൾക്ക് മാത്രം. അവൾക്ക് അറിയോ, അവൾക്ക് മാത്രം. എനിക്ക് മനസ്സിലാവുന്നില്ല അച്ചുവേട്ടന്. അഞ്ജലി ചേച്ചി ഇന്ന് പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്താ ഒന്നും പറയാതിരുന്നേ? ചേച്ചി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാ അച്ചുവേട്ടൻ ഒരു സങ്കടവും ഇല്ലേ? ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേ? എന്ത് മിണ്ടാൻ, എന്ത് പറയാൻ? അവളുടെ മുമ്പിൽ ഞാൻ രാജീവാ, ശംഖുചക്രത്തിൽ അർജുനല്ല. ഉള്ളിന്റെ ഉള്ളിലെ പ്രണയം അവളോട് തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ആരാണെന്ന് അവളോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ സാധിച്ചില്ല. തന്നെ നഷ്ടാവുന്നുള്ള പേടി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഒന്നും പറയാനാവാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച്. തന്നെ കാണുമ്പോഴൊക്കെ ഞാൻ പുറമേ ചിരിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് പിടയുകയായിരുന്നു. അത് തന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ലത്. തനിക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തനിക്ക് വിധിക്കാം. അതെന്ത് തന്നെ ആയാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എനിക്ക് തന്നോടുള്ള ഇഷ്ടം മാത്രം കളവാണെന്ന് താൻ പറയരുത്, പ്ലീസ്. ശരി, ആയിക്കോട്ടെ. എന്റെ മാത്രം തലയിലെഴുത്ത്, എല്ലാം എന്റെ വിധിയാ. ഞാനിതെല്ലാം അനുഭവിക്കേണ്ടവളായിരുന്നു. മുകളിലിരിക്കുന്നവർ തീരുമാനിച്ച പിന്നെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. അതാ സത്യം.
വിധി നമുക്ക് മാറ്റി എഴുതി കൂടെ? അഞ്ജലി, എനിക്ക് വേണം തന്നെ എന്റെ കൂടെ. എനിക്ക് വേണം തന്നെ എന്റെ ജീവിതത്തിൽ. മുമ്പ് പറ്റിയ തെറ്റുകൾ തിരുത്താൻ എനിക്കൊരു അവസരം കൂടി തന്നൂടെ? പൊന്നുപോലെ നോക്കിക്കൊള്ളാൻ തന്നെ ഞാൻ ഒരു കാലത്തും കൈവിടില്ല. ഒരു കാലത്തും. പ്ലീസ്. അർജുൻ കാവ്യ വിവാഹം ഈ ഞാൻ നടത്തി തരും. അതിന് ഞാനൊരു പ്ലാൻ കണ്ടെത്തിക്കുന്നു. ഒരു സൂപ്പർ മാസ്റ്റർ പ്ലാൻ. എന്തിനാടി നീ ഇപ്പൊ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? എന്താ ഇവിടെ